10 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ 3 മുതൽ 5 കോടി രൂപ വരെ തിരിച്ചു ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. മോഹന വാഗ്ദാനത്തിൽ ആകൃഷ്ടരായി നിരവധി പേരാണ് ക്യൂനെറ്റ് എന്ന കമ്പനിയിൽ പണം നിക്ഷേപിച്ചത്. വിഹാൻ ഡയറക്ട് സെല്ലിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കീഴിലായിരുന്നു ക്യൂനെറ്റിന്റെ പ്രവർത്തനം. നിരവധി പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹൈദരാബാദ് പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് സംഘം കുടുങ്ങിയത്. लोगों को मैं रिक्वेस्ट कर रहा हूँ, जो भी आके आपको एक बिजनेस अपॉर्चुनिटी है, नहीं तो आपको सेकंड इनकम आ जाता है. आप लोग कुछ करने का नहीं, आप सिर्फ रिक्रूटमेंट करना. एक से एक आदमी को आप रिक्रूट करें तो आपको बहुत पैसा आते करके बोलने वाले को स्कीम्स को मत बिलीव करिए. और कुछ है तो भी हमको इन्फॉर्म करने के लिए मैं रिक्वेस्ट कर रहा हूँ. പിടിയിലായ 32 പേരിൽ 11 പേർ സ്ത്രീകളാണ്. കഴിഞ്ഞ ദിവസം തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക സംസ്ഥാനങ്ങളിലായി 30 ഇടങ്ങളിൽ ഒരേ സമയം പോലീസ് പരിശോധന നടത്തിയിരുന്നു. IT ജീവനക്കാർ, ബിസിനസ്സുകാർ തുടങ്ങിയവരാണ് തട്ടിപ്പിനിരയായവരിൽ കൂടുതലും. വേഗത്തിൽ പണം സമ്പാദിക്കാമെന്ന വാഗ്ദാനത്തിൽ വീണാണ് ലക്ഷക്കണക്കിന് രൂപ ഇവർ നിക്ഷേപിച്ചത്. ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയതോടെ നിക്ഷേപകർ കൂട്ടത്തോടെ പോലീസിനെ സമീപിക്കുകയായിരുന്നു. തെലങ്കാനയിൽ മാത്രം 68 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പരാതികളെല്ലാം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. മാതൃഭൂമി ന്യൂസ്, ഹൈദരാബാദ്.